ഹലോ കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, കുഞ്ഞുങ്ങളുടെയൊക്കെ പുറകിലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ഒരു നൂല് എനിക്ക് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതുപോലെ 0.8, 0.7. അപ്പം ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന യൂസ് ചെയ്യാത്ത 2 മുത്തുമാല ഉണ്ടായിരുന്നു. വെള്ള കളറും ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ കളറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്ത്, ഇതുപോലെ എനിക്കൊരു ലോക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വെച്ചിട്ട് എനിക്കൊരു പുതിയൊരു ടൈപ്പ് മാല എന്ന് പറഞ്ഞാൽ ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഈ മാല അവൾ ഇടത്തില്ലായിരുന്നു, കുഞ്ഞിന് അത്ര താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇതിനെ ഒന്ന് നമുക്ക് മോഡിഫൈ ചെയ്ത് പുതിയൊരു ടൈപ്പ് മാല ഉണ്ടാക്കാം എന്നുദ്ദേശിക്കുന്നു. അപ്പോൾ ഇതുപോലെ നൂലിനകത്ത് ആദ്യം ഞാൻ ലോക്കറ്റ് കയറ്റിയിട്ടുണ്ട്. ഈ ലോക്കറ്റ് ഏകദേശം സെൻട്രലായിട്ട് വരണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ നടുക്കായിട്ട് വെച്ച് ആ ഗോൾഡൻ മുത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെ കുടുക്കിട്ടു. കണ്ടോ, ഗോൾഡൻ രണ്ട് മുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതവിടെ ഫിക്സഡ് ആയിട്ട് അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ കുടുക്കിട്ടു. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും കുഞ്ഞുങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അവർക്കും ചെയ്യണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്നാൽ ചെയ്യട്ടെ, മുത്തുകളൊക്കെ കോർക്കുന്നതിൽ ത്രൂ കുഞ്ഞുങ്ങൾക്ക് ഏകാഗ്രത കിട്ടുമെന്നാണ് പറയുന്നത്. രണ്ട് വശത്തും നമ്മൾ ഒരു ആകത്തൂടെ കയറ്റി ഒരു കുടുക്കിട്ട ശേഷം കണ്ടോ അതവിടെ ഫിക്സഡായി. അപ്പോൾ ഇനി നമ്മൾ ആ വെള്ളമുത്തുകൾ കയറ്റാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ 3 വെള്ളമുത്തും പിന്നെ ഈ 2 ഗോൾഡൻ മുത്തും കൂടെ കയറ്റാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്ര സക്സസ് ആകുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ ലോക്കറ്റൊക്കെയുള്ള മുത്തുമാല പണ്ട് എൻ്റെ കുഞ്ഞുനാളിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ മുത്തുമാലയിലൊന്നും അധികം കാണാറില്ല. ഫുൾ കളർഫുൾ ടൈപ്പ് മാലയാണ്. അപ്പം നമ്മളിങ്ങനെ സാവകാശം ഇങ്ങനെ 3 മുത്തുകൾ കയറ്റുകയാണ്. ഇതുപോലെ ലോക്കറ്റൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് ക്ലേ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു മോൾഡേറ്റ് ക്ലേ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നൊക്കെ ഉപയോഗിച്ചൊരു ലോക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ലോക്കറ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാവും, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇതാണ് നമ്മുടെ ഏകദേശം തീർന്ന ഒരു ലുക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 3 കണ്ടോ ഞാൻ പറഞ്ഞ ആ പേരിലെ ഇതിലിട്ടു. എന്നിട്ട് ലാസ്റ്റ് അവിടെ ഒരു കുടുക്കിട്ടു. കാരണം എങ്ങാനും ബൈ ചാൻസിൽ കുഞ്ഞുങ്ങളുടെ പൊട്ടിപ്പോയാലും ആ പകുതി ഭാഗം വെച്ചിട്ടെങ്കിലും പൊട്ടാതെ ഫുൾ മുത്ത് പോവില്ല. അപ്പോൾ ഇതുപോലെ ബാക്കി ഭാഗം നമുക്ക് ആ ഉള്ള പിൻ ഞാൻ കട്ട് ചെയ്തിട്ട് വേണേൽ നമുക്ക് ലോബ്സ്റ്റർ റിംഗ് ഒക്കെ വെച്ചിട്ട് സംഭവം സെറ്റാക്കി അടിപൊളിയാക്കാം. പക്ഷേ ഞാനിവിടെ വെറുതെ 2 കെട്ടിടുകയാണ്. മുറുക്കം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഏതാണ് കംഫോർട്ടബിൾ അതിനനുസരിച്ച്. ഇതിന് നല്ല മുറുക്കം കിട്ടും കേട്ടോ, പക്ഷേ കെട്ട് നല്ല മുറുകിയിരിക്കണം. പിന്നെ ബാക്കി വരുന്ന എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പ്രൊസീജിയറാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, അമ്മമാർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഡ്രസ്സിങ്ങിന് മാച്ചിങ്ങിനായിട്ടുള്ള പഴയ മുത്തുകളും നമ്മുടെയൊക്കെ ഷോളയിലും ഡ്രസ്സിലും ഒക്കെ ഉണ്ടല്ലോ ഈ ക്രിസ്റ്റൽ ബീഡ്സ്, അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ടടാ! അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു മാലയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.